പുതിയ KPCC അധ്യക്ഷ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകില്ല. ഓണത്തിന് ശേഷം വീണ്ടും ചർച്ചകൾ നടത്തിയ ശേഷമാകും പ്രഖ്യാപനം. മുഴുവൻ സമയ അധ്യക്ഷനെ പ്രഖ്യാപിക്കണമെന്ന് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. ഒരാൾക്ക് പദവി എന്നത് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഇല്ലെന്ന് നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. KPCC അധ്യക്ഷ പ്രഖ്യാപനത്തിൽ ധൃതി വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം ഓണത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശന് ഹൈക്കമാൻഡുമായി വിഷയം ചർച്ച ചെയ്യാൻ സാധിച്ചിരുന്നില്ല. തുടർ ചർച്ചകൾക്കായി VD സതീശൻ വീണ്ടും ഡൽഹിയിലേക്ക് എത്തും. ഇതിനിടെ ഹൈക്കമാൻഡിനെ കണ്ട രമേശ് ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കി. മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നാണ് പൊതുവികാരമെന്ന് രമേശ് ചെന്നിത്തല. എങ്കിലും ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കേരളത്തിൽ PCC അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. അത് പ്രവർത്തകരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഫുൾ ടൈം അധ്യക്ഷൻ വേണമെന്നൊരു അഭിപ്രായം അങ്ങനെയാണ് പൊതുവെ ഒരു അഭിപ്രായം ജനങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചർച്ചകൾ ഇനിയും തുടരുമെന്നും ഒരാൾക്കൊരു പദവി എന്നത് കോൺഗ്രസ് ഭരണഘടനയിൽ ഇല്ലാത്ത വിഷയമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ, ശക്തമായ ജനാധിപത്യ പാർട്ടിയാണ്. അതിനാവശ്യമായ ചർച്ചകളും അതിന്റെ ആശയവിനിമയങ്ങളൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ ഒന്നിലേറെ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകും. അതിനിടെ ഇന്ന് സംസ്ഥാനത്തെത്തുന്ന കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്തും. ജോസഫ് വാഴക്കനെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ടാണ് മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചത്. ഓണത്തിന് ശേഷം കൂടുതൽ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അന്തിമ പ്രഖ്യാപനം. സോണിയാഗാന്ധിയുടെ വസതിയായ 10 ജൻപത്തിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം അരവിന്ദ് പിയ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.